തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 145 സങ്കീർത്തനത്തിൽ 14 തിരുലിഖിതം, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് വേദനിക്കുന്ന കുടുംബങ്ങളിൽ യേശു കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് അവരുടെ കെട്ടുകൾ അഴിച്ച് വിടുവിച്ച അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ അച്ഛന് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. വയനാട്ടിൽ നിന്ന് പൊന്നമ്മ തൻ്റെ അനുഭവം എഴുതുന്ന പ്രകാരമാണ്: എനിക്ക് വലത്തെ മാറിൽ ഒരു മുഴ വന്നു. ഭയങ്കരമായ വേദനയും വിഷമവും നിമിത്തം ഞാൻ തളർന്നു. ആശുപത്രിയിൽ ഒന്ന് കാണിക്കാൻ പോലുമുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പണവും എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ നിർധനയായ ഞാൻ എൻ്റെ സംഘത്തുള്ള ഈ മുഴ കണ്ട് ക്യാൻസറാണോ എന്ന് പേടിച്ച് വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ സെഗിയോൺ ടീമിൻ്റെ വചനധ്യാനം കാണുന്നത്. അങ്ങനെ ഞാൻ 2007 അവസാന മാസങ്ങളിൽ ഈ പ്രോഗ്രാമിനോട് ചേർന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ യേശുവേ, എൻ്റെ മാറിലുള്ള ഈ രോഗകരമായ മുഴ എടുത്ത് മാറ്റി എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എൻ്റെ മാറിലുള്ള മുഴ അപ്രത്യക്ഷമാവുകയും എൻ്റെ രോഗം എന്നെ വിട്ടുപോയതായി എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഇതുവരെയും ആ രോഗം എന്നെ അലട്ടിയിട്ടില്ല. എൻ്റെ യേശു എന്നെ പൂർണ്ണമായും സുഖപ്പെടുത്തി. സാക്ഷ്യം അയക്കാൻ താമസിച്ചതിന് ക്ഷമാപണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചങ്കത്തുണ്ടായിരുന്ന മുഴ യേശു ക്രിസ്തു എടുത്തു മാറ്റി അനുഗ്രഹിച്ചു. മറ്റൊരു വ്യക്തിയുടെ അനുഭവം. മാറാനാത്ത പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഈശോ ധാരാളമായി അത്ഭുതങ്ങൾ ചെയ്യുന്നതായി ശ്രദ്ധപ്പെടുന്നു. എറണാകുളത്ത് നിന്ന് നൈസി ജോർജ് എന്ന വ്യക്തിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും മാറാനാത്ത പ്രോഗ്രാമിൽ പങ്കെടുത്ത് സ്ഥിരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് ആത്മീയമായി വളരെ ഉണർവ് പകരുന്ന ഒരു പ്രോഗ്രാമാണ് സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ജീവൻ ടി വിയിലൂടെ നൽകുന്ന മാറാനാത്ത പ്രോഗ്രാം. എനിക്ക് 6 വർഷത്തോളമായി കടുത്ത ശ്വാസമുട്ടലും തുമ്മലും ആയിരുന്നു. 1 വർഷത്തോളമായി ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഞാൻ. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് മാറാനാത്ത പ്രോഗ്രാമിൻ്റെ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മ ബോധ്യം തന്നു. നവംബർ 10 മാറാനാത്ത പ്രോഗ്രാമിനോടൊപ്പം ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 6 വർഷമായി എന്നെ അലട്ടിയിരുന്ന ശ്വാസം മുട്ടൽ പൂർണ്ണമായും വിട്ടുപോയി. നവംബർ 10 ശേഷം ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ടലോ ശ്വാസംബന്ധമായ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. എൻ്റെ ഈശോ എന്നെ അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. പ്രൈസ് ദ ലോർഡ്. എറണാകുളത്ത് നിന്ന് നൈസി ജോർജ് 6 വർഷം കൊണ്ട് ശ്വാസം മുട്ടൽ മാറാനാത്ത പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ വിട്ടുപോയ അനുഭവമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. സെഗിയോൺ ടീമിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പേര് ലിസി ബാബു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചിറ്റിശ്ശേരിയിൽ താമസിക്കുന്നു. എനിക്ക് 3 വർഷമായി ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡയഫ്രത്തിൻ്റെ ഹോളാണ്, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ യേശുവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കൂടാതെ ചെവിയിലെ അടവ് മാറിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എൻ്റെ അടഞ്ഞിരുന്ന ചെവി തുറന്നു. ഇപ്പോൾ എനിക്ക് ചെവിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തൃശ്ശൂരിൽ നിന്ന് ലിസി ബാബു സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. ആ വ്യക്തി പറഞ്ഞെങ്ങനെയാണ്: കുറവലങ്ങാടെന്ന് LC ജോബ് എന്ന സഹോദരിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ സഹോദരൻ പഠിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ പോയിട്ട് 1 വർഷമായി. ഇതുവരെയും ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് പഠനത്തിനുള്ള സാമ്പത്തിക ചെലവും താമസ സൗകര്യങ്ങളുടെ ചെലവും നിമിത്തം ഭാരപ്പെടുകയായിരുന്നു.
ഞങ്ങൾ കണ്ണുനീരോടെ സഹിയോടെ ടെലിവിഷൻ പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ മകന് പിറ്റേ ആഴ്ച തന്നെ നല്ലൊരു ജോലി അമേരിക്കയിൽ ലഭിച്ചു. ജോലി കിട്ടുകയാണെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നിരുന്നു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം കുടുംബങ്ങളുടെ അനുഭവമാണ് 145 സങ്കീർത്തനത്തിലെ 14 വാക്യം. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, കർത്താവ് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് എത്രേ. ഹല്ലേലൂയ. വീഴുന്നവരെ താങ്ങുന്നവൻ, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവനായ കർത്താവ്. ഈ നിമിഷങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി, എൻ്റെ യേശുവേ, എൻ്റെ കുടുംബത്തിലെ വേദനകളിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുക. ഈ വചന പ്രോഗ്രാമിൻ്റെ സമയത്ത് ഇനിയും കോടിക്കണക്കിന് അത്ഭുതങ്ങൾ ചെയ്യണമേ, കോടിക്കണക്കിന് കുടുംബങ്ങളിൽ ഇടപെടണമേ. കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ പ്രാർത്ഥനയോട് ചേരുന്ന കുടുംബങ്ങളെ അവിടുന്ന് കാണണമേ. ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ മേൽ ഓ കർത്താവെ മഹത്വത്തോടെ എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവെ. രോഗബാധയുടെ കെട്ടുകളിരിക്കുന്ന കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ. സാംക്രമിക രോഗങ്ങളാൽ വിഷമിക്കുന്ന കുടുംബങ്ങളെ സാംക്രമിക രോഗങ്ങളുടെ പീഡകളിൽ നിന്ന് സുഖപ്പെടുത്തണമേ. ഓരോ വേദനകളാലും ഓരോ ഭാരങ്ങളാലും സാമ്പത്തിക തകർച്ചകളാലും കണ്ണുനീരോടെ ഇപ്പോൾ അങ്ങയുടെ നാമം വിളിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും യേശുവെ അത്ഭുതകരമായി വിധിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ കോട്ടകൾ തകർന്നു മാറട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കുടുംബത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പരിശായവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് കരങ്ങൾ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പുതിയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. ഒരു വിധവയുടെ ഏക മകൻ, ആ മകൻ മരിച്ച് വിധവയ്ക്ക് തൻ്റെ ഏക സന്താനത നഷ്ടപ്പെട്ടപ്പോൾ ആ വിധവ ഒരുപാട് കണ്ണുനീരോടുകൂടെ, ഒരുപാട് വേദനയോടുകൂടെ മകൻ്റെ ശവമഞ്ചത്തെ അനുഗമിച്ച് വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ജനക്കൂട്ടം തന്നെ കൂടെയുണ്ട്. ജനങ്ങളെല്ലാം വേദനയിൽ ഈ വിധവയുടെ വേദനയോട് പങ്കുചേർന്ന് ജനങ്ങളും മനസ്സിൽ വേദനിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തായാലും ഈ ജനക്കൂട്ടം മുമ്പോട്ട് നീങ്ങുകയാണ്. വിധവ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് യേശു കർത്താവ് ആ വിലാപയാത്ര കാണുന്നത്. യേശു കർത്താവ് ആ വിലാപയാത്ര കാണുകയാണ്. ആ വിധവയുടെ ഏക മകൻ്റെ മരണത്തിലുള്ള ദുഃഖത്തിൽ യേശുവും പങ്കുചേർന്നു. യേശു നടന്ന് ചെന്ന് ആ ശവമഞ്ചത്തെ തൊട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൃതനായ വിധവയുടെ മകൻ ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു. ആ വിധവയുടെ കണ്ണുനീര് കണ്ട യേശു ആ വിധവയുടെ കണ്ണുനീരിൽ ഇടപെട്ടിട്ട് ആ വിധവയുടെ കണ്ണുനീര് നീങ്ങാൻ തക്കവണ്ണം ഒരു അത്ഭുതം പ്രവർത്തിച്ച് ആ കുടുംബത്തിന് സന്തോഷം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം കണ്ണുനീര് കാണുന്ന ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പോലെ തന്നെ ബൈബിളിലെ ഒരു യാഥാർത്ഥ്യമാണ് കണ്ണുനീര് കാണുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പോലെ തന്നെ വലിയൊരു ബൈബിൾ യാഥാർത്ഥ്യമാണ് കണ്ണുനീര് കാണുന്ന കർത്താവ്. അതാണ് 145 സങ്കീർത്തനത്തിൽ 14 വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പരിശായവരെ എഴുന്നേൽപ്പിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു കുടുംബനാഥൻ അച്ഛന് ടെലിഫോൺ ചെയ്ത് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിച്ചു. ആ കുടുംബനാഥൻ പറഞ്ഞത് എങ്ങനെയാണ്? അച്ഛാ, എൻ്റെ ഒരു 1.5 കോടിയോളം ഉറുപ്പിക മറ്റൊരാളുടെ കയ്യിലകപ്പെട്ടു. അത് തിരിച്ചു പിടിക്കാൻ എനിക്ക് യാതൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് കേട്ടത്. ഞാൻ കണ്ണുനീരോടെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഇരുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാര ഒഴുകി. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടങ്ങളെല്ലാം കണ്ണുനീരായി ധാരധാര ഒഴുകി. അന്ന് ടെലിവിഷൻ പ്രോഗ്രാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പണം കൊടുക്കാൻ വർഷങ്ങളായി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ധാർഷ്ട്യം കാണിച്ചിരുന്ന ആ ധാർഷ്ട്യക്കാരൻ ഈ മകനെ വിളിച്ച് പറയുകയാണ്, നിനക്ക് തരാനുള്ള 1.5 കോടി ഉറുപ്പിക ഞാൻ തരും, ഞാൻ നിനക്ക് ഏതാനും ദിവസങ്ങളിൽ എത്തിച്ചു തരും. വലിയൊരു അത്ഭുതം യേശു കർത്താവ് കുടുംബത്തിന് വേണ്ടി ചെയ്ത് 1.5 കോടി രൂപ കിട്ടാനുള്ള ആ സങ്കടത്തിലേക്ക് കർത്താവ് ഇടപെട്ടു. കൊടുക്കാനുള്ള മനുഷ്യൻ്റെ ഹൃദയത്തെ കർത്താവ് സ്പർശിച്ചു. പണം കൊടുക്കാൻ തീരുമാനിച്ചു. അത് അദ്ദേഹത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം,
യേശുവേ നന്ദി. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പേര് റീന ആൾട്ടൻ, സ്ഥലം എറണാകുളം. ഞാൻ സ്ഥിരമായി സെഗിയോൺ ടീമിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ആത്മീയവും ഭൗതികവുമായി ദൈവം ഇടപെടുന്ന കാര്യങ്ങളെ ഞാൻ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ കേൾക്കുന്നു. എനിക്ക് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് 2 പ്രാവശ്യം ഗൾഫിൽ പോയി. ശമ്പളം കുറവായതുകൊണ്ട് 2 തവണയും തിരിച്ചു പോന്നു. ഒരു ഭവനം പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്. അങ്ങനെ ഒരുപാട് വേദനയും ദാരിദ്ര്യവും സഹിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് 2007 ജനുവരി മാസത്തിൽ സേവ്യർ അച്ഛൻ ടെലിവിഷനിലൂടെ പറഞ്ഞു, കണ്ണുനീരോടെ ദൈവസന്നിധി ഇരിക്കുന്നവരുടെ കണ്ണുനീർ കർത്താവ് കാണുമെന്ന്. അന്ന് ഞങ്ങൾ കണ്ണുനീരോടെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന ഇന്നതാണെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി. ഫെബ്രുവരി 5 തീയതി തന്നെ നല്ലൊരു കമ്പനിയിൽ എൻ്റെ ഭർത്താവിന് ജോലി ശരിയായി. ഇപ്പോൾ നല്ല ശമ്പളത്തോടെ നല്ലൊരു കമ്പനിയിൽ എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 2007 ജനുവരി മാസം 1 തീയതി ആ മകളും കുടുംബവും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. 2007 ഫെബ്രുവരി 5 തീയതി ഭർത്താവ് ജോലിയിൽ പ്രവേശിച്ചു. 2 തവണ വിദേശത്ത് പോയി ജോലി ശമ്പളം ഇല്ലാതെ തിരിച്ചു പോന്ന ആ ഭർത്താവ് ഇന്ന് നല്ല ശമ്പളത്തോടെ ഉയർന്നൊരു കമ്പനിയിൽ ജോലി ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. 145 സങ്കീർത്തനത്തിൽ 16 വാക്യം, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ദൈവം തകർന്ന വ്യക്തികളുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. തകർന്ന വ്യക്തികളുടെ വേദന കാണുന്ന ദൈവമാണ്. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഒരു നാൾ ഇവിടെ ഒരു വ്യക്തി ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നു. ആ വ്യക്തി പറഞ്ഞെങ്ങനെയാണ്: എൻ്റെ തൊട്ടടുത്തുള്ളൊരു കുടുംബം 18 വർഷമായി നടക്കാനുള്ള വഴി അടച്ചിട്ടിരിക്കുകയാണ്. 18 വർഷമായി ഞങ്ങൾക്ക് നടപ്പ് വഴിയില്ല. ഞങ്ങൾ വളഞ്ഞു ചുറ്റി വേണം ഞങ്ങളുടെ വീട്ടിലെത്തിച്ചേരാൻ. ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തുള്ള വഴി അടഞ്ഞു കിടക്കുകയാണ്. ഒരു വണ്ടി വരാനോ ഒന്ന് പെട്ടെന്ന് കയറി വരാനോ ഞങ്ങളുടെ വീട്ടിലേക്ക് കഴിയുന്നില്ല. ആ മനുഷ്യനോട് ആര് പറഞ്ഞിട്ടും കേൾക്കണില്ല. ഞാൻ പറഞ്ഞു, മകളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേദന കർത്താവിൻ്റെ സന്നിധിയിൽ കാണട്ടെ. നീ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കരയുക. നിന്റെ ഹൃദയം ജലധാര പോലെ കർത്താവിൻ്റെ സന്നിധി കോരിച്ചൊരിയുക. ആ മകൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 ആഴ്ച മകൾ കർത്താവിൻ്റെ കൂടാരത്തിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് കർത്താവിനെ വിളിച്ച് കരഞ്ഞു. 7ാമത്തെ ആഴ്ച വന്ന് ആ മകൾ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. ആ മകൾ പറഞ്ഞു, അച്ഛാ, ആ മനുഷ്യൻ സ്വമനസ ഒരു ജീപ്പ് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള വീതിയിൽ വഴി വിട്ടു തന്നു. ആ വ്യക്തിക്കും ആ പരിസരവാസികൾക്കും എല്ലാം സന്തോഷകരമായ ഒരു വാർത്ത ഉണ്ടാകാൻ കർത്താവ് ദേശത്ത് ഇടപെട്ടു. ഒരു ജീപ്പ് പോരാൻ തക്കവണ്ണം വീതിയിൽ ഒരു റോഡ് വെട്ടാൻ ആ മനുഷ്യൻ അനുവാദം കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദരിദ്രരുടെ നിലവിളി, ദരിദ്രരുടെ വേദന, ദരിദ്രരുടെ കണ്ണുനീര്, അക്രമത്തിനകപ്പെട്ടവരുടെ വേദന, കണ്ണുനീര്, ഇത് കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് അവർക്ക് വേണ്ടി ഇടപെടും. നിരാലംബരെയും ദരിദ്രരെയും ദുഃഖിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിരാലംബരും ദരിദ്രർക്കും നീതി നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, നീ സൂക്ഷിക്കണം. കാരണം കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കും. കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ദരിദ്രർക്കും നിരാലംബർക്കും നീതി നിഷേധിക്കുന്നവർ, അവർക്ക് കണ്ണുനീരിന് കാരണമാകുന്നവർ, അതിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിന്മാറണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് വേദനിക്കുന്നവരെ കണ്ണുനീരോട് കൂടെ നിൽക്കുമെന്ന് തിരുവചനങ്ങൾ ഒരു തവണയല്ല പലതവണ പഠിപ്പിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ തുറന്ന് പിടിക്കാം. കർത്താവിനോട് പറയാം, ഓ കർത്താവേ, ഇന്ന് ഞാൻ വേദനിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ തകരുന്നൊരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ സങ്കടമുള്ളൊരു വ്യക്തിയാണ്. ജോലിയില്ലാത്തതിൻ്റെ വേദനയുണ്ട്. മക്കളെല്ലാം പല വിധത്തിൽ നടക്കുന്നതിൻ്റെ വേദനയുണ്ട്. കുടുംബത്തിൽ സാമ്പത്തികമായി കടബാധ്യത പെരുകി വരുന്നതിൻ്റെ വേദനയുണ്ട്. കുടുംബത്തിൽ എന്ത് ചെയ്താലും ഒരു മേൽഗതി ഇല്ലാത്തതിൻ്റെ വേദനയുണ്ട്. കൃഷിയെല്ലാം പരാജയപ്പെടുന്നതിൻ്റെ വേദനയുണ്ട്. ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തകർന്നു പോകുന്നതിൻ്റെ വേദനയുണ്ട്. വേലക്കാർ വിശ്വസ്തത കാണിക്കാത്തതിൻ്റെ വേദനയുണ്ട്. മേലധികാരികൾ പ്രമോഷൻ തടയുന്നതിൻ്റെ വേദനയുണ്ട്. കർത്താവേ, വേദനയിലേക്ക് വരണമേ. അയൽക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഓരോ ഉപദ്രവങ്ങൾ വഴിയുള്ള വേദന മക്കളെ സമർപ്പിക്കുക. നിന്റെ കണ്ണുനീര് കണ്ട് കർത്താവാണ് പ്രവർത്തിക്കേണ്ടത്. കർത്താവ് പ്രവർത്തിക്കുന്നത് വരെ നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകട്ടെ. നിന്റെ ഹൃദയം ജലധാര പോലെ കർത്താവിൻ്റെ സന്നിധി കോരിച്ചൊരിയുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ. കർത്താവെ അവിടുത്തെ അത്ഭുതങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് നടക്കട്ടെ. കർത്താവെ അവിടുത്തെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് നടക്കട്ടെ. നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോയവരുമായ മക്കൾക്ക് വേണ്ടി അവിടുന്ന് നദികളെ പുറപ്പെടുവിക്കുമെന്ന് വാഗ്ദാനമുണ്ടല്ലോ. മരുഭൂമി പോലും ഉറവകളെ പുറപ്പെടുവിക്കാൻ കഴിവുള്ളവനായ കർത്താവെ, ദൈവങ്ങൾക്കൊരു പാറയിൽ നിന്ന് വെള്ളം കൊടുത്തവനായ ദൈവമേ, അത്ഭുതങ്ങളുടെ ശക്തി, അത്ഭുതങ്ങളുടെ ദൈവം എന്നാണല്ലോ അവിടുത്തെ നാമം. അത്ഭുതങ്ങളുടെ കർത്താവ് എന്നാണല്ലോ അവിടുന്ന് അറിയപ്പെടുന്നത്. ഇതാ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അങ്ങയുടെ നാമം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തിന്മയുടെ കോട്ടകൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി നന്മയുണ്ടാകട്ടെ. ഈ മക്കൾക്ക് നീതി നിർവഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രക്ഷകനായ യേശുവിൻ്റെ സന്നിധിയിൽ ആരെല്ലാം ഹൃദയം തുറക്കുന്നുവോ അവർക്കെല്ലാം യേശുവിൻ്റെ അത്ഭുത ശക്തിയുടെ അനുഭവമുണ്ട്. യേശുവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച ഒരാളെപ്പോലും യേശു വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 36, 37, 38 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ നിരാശയോടെ ഇരിക്കരുത്. എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് നീ വേദനയോടെ ഇരിക്കരുത്. എൻ്റെ ജീവിതം തീർന്നു എന്ന് നീ കണ്ണുനീരോടെ നിരാശപ്പെടരുത്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിൽ ശരണം വെക്കുക. ഈ നിമിഷം നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ കർത്താവിലേക്ക് വരട്ടെ. വിശുദ്ധ ലിഖിതത്തിൽ ദൈവം നൽകുന്ന ശക്തമായ ഒരു വാഗ്ദാനമുണ്ട്. ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവ് എത്രയും. രോഗികൾ രോഗത്തെ ഓർത്ത് തകരരുത്. രോഗികൾ രോഗത്തെ ഓർത്ത് നിരാശപ്പെടരുത്. രോഗത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവേ എന്ന് വിളിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എത്രയും. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനത ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. നമ്മുടെ ബലഹീനതയോർത്ത് നാം തകരരുത്. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചിട്ടും ചില തിന്മകൾ നിൻ്റെ ജീവിതത്തെ വിട്ടുപോകുന്നില്ല. ചില തഴക്കദോഷങ്ങൾ നിന്നെ വിട്ടുപോകുന്നില്ല. മദ്യപാനശീലമായിരിക്കാം, പുകവലി സ്വഭാവമായിരിക്കാം, കഞ്ചാവിൻ്റെ അടിമത്തമായിരിക്കാം. മകനെ, നീ തളരരുത്. നിൻ്റെ വേദന, നിൻ്റെ ബലഹീനത കർത്താവിലേക്ക്, നിൻ്റെ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്ന എല്ലാ ദുഃഖവും കർത്താവിലേക്ക് സമർപ്പിക്കുക. കർത്താവിന് വേദനിക്കുന്നവരോട് മനസ്സലിവുണ്ട്. മദ്യപാനത്തിൻ്റെ വേദന കർത്താവിന് സമർപ്പിക്കുക. ഒരുപക്ഷെ എത്ര ശ്രമിച്ചിട്ടും കുടുംബത്തിലൊരു സമാധാനം സ്ഥാപിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിൽ തമ്മിൽ അനൈക്യമായിരിക്കാം, കുടുംബത്തിൽ തമ്മിൽ യോജിപ്പില്ലായ്മയായിരിക്കാം, കുടുംബത്തിൽ തമ്മിൽ വെറുപ്പായിരിക്കാം. ഒന്നിനോടൊന്ന് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കുടുംബത്തിലുള്ളവരെല്ലാം ഭിന്നിച്ച് നിൽക്കുന്ന അന്തരീക്ഷമായിരിക്കാം. മകനെ, നിൻ്റെ ഹൃദയം നീ കർത്താവിങ്കിൽ അർപ്പിക്കുക. നീ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യം തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ യോജിപ്പ് തരണമേ. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം തരണമേ. കുടുംബാംഗങ്ങൾ തമ്മിൽ വിധേയത്വം കൊടുക്കണമേ. നീ കർത്താവിന് നിനക്ക് അറിയുമെങ്കിൽ നിൻ്റെ കണ്ണുനീരിൽ കർത്താവ് ഇടപെടും. പ്രിയ മകനെ, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന കർത്താവാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. മർക്കോസ് 11:24 വചനം പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ചു ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിറവേറ്റി തരും. കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുക. കർത്താവേ എന്ന് ഹൃദയം നുറുങ്ങി വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ കർത്താവേ, വേദന ഒരു പരിഹാരമില്ലാതെ, തകർച്ചകളിൽ ഒരു പരിഹാരമില്ലാതെ, ദുഃഖത്തിൽ ഒരു പരിഹാരമില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കണ്ണുനീർ താഴ്വരയിൽ കിടക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ.
എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരയില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. ഓ കർത്താവിൻ്റെ ശക്തിയാൽ തിന്മയുടെ ആധിപത്യ ശക്തി തകരട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ പാപത്തിൻ്റെ ആധിപത്യ ശക്തി തകരട്ടെ. ബലഹീനതകൾ വിട്ടുമാറി പോകട്ടെ. കഞ്ചാവ് വലിക്കുന്ന ശീലങ്ങൾ, മദ്യപിക്കുന്ന ശീലങ്ങൾ, ലൈംഗിക പാപ സ്വഭാവങ്ങൾ, പലതരം കോപ പ്രകൃതികൾ, അരിശ സ്വഭാവം, ശുണ്ഠി പ്രകൃതി, എടുത്തുചാട്ടം, പിടിവാശി, മറക്കടമുഷി സ്വഭാവം യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ വിട്ടുമാറട്ടെ കർത്താവേ. ഇന്ന് കുടുംബങ്ങളിൽ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി നടക്കാൻ തക്കവണ്ണം ദൈവശക്തി കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. My name is Donna, and I live in England, and I came here for vacation. My home really is at Kottayam. ഞാൻ പിന്നെ ഉണ്ടായത് പിന്നെ കുവൈറ്റിലായിരുന്നു. ഞാൻ ഉണ്ടായപ്പം തൊട്ട് എനിക്ക് പിന്നെ ഈ അലർജി തുടങ്ങിയായിരുന്നു, സ്കിൻ അലർജി ഭയങ്കരമായിട്ട്. എന്നിട്ട് ഞാനിങ്ങോട്ട് കുവൈറ്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കേരളത്തിൽ വന്നപ്പോഴത്തേനും എനിക്ക് ഒത്തിരി കുറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ഇവിടെ നിന്നിട്ട് ഞാൻ ഈ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ അലർജി കൂടി, ഭയങ്കര ചൊറിച്ചിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഇതെല്ലാം പൊട്ടി ഒഴുകുമായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം, പക്ഷെ ഒന്നും കുറഞ്ഞില്ല. ഞാൻ ഇംഗ്ലീഷ് മരുന്നും എല്ലാം പിന്നെ കഴിച്ചിട്ടൊന്നും കുറഞ്ഞില്ല. ഞാൻ ഈ പച്ചമരുന്നൊക്കെ കഴിച്ചായിരുന്നു, പക്ഷെ അതും കുറഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പിന്നെ വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, എൻ്റെ അങ്കിളും ആൻറ്റിയും എല്ലാവരും പറഞ്ഞു ധ്യാനത്തിന് പോകാം. അതുകൊണ്ട് ഞാൻ ധ്യാനത്തിന് വന്നിട്ട് കുറച്ച് ദിവസം ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് പിന്നെയും പോകുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു ബ്രദറിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ പോയായിരുന്നു. എന്നിട്ട് ഈ ബ്രദർ നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ എനിക്ക് നല്ല സുഖം കിട്ടി. എനിക്ക് നല്ലതായിട്ട് തോന്നി. എനിക്ക് എൻ്റെ ഒരു എന്തോ കറുത്ത കനമുള്ള സാധനം എൻ്റെ പിന്നെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഉണ്ടായിരുന്നു. എന്തോ ഒരു സാധനം ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പോകണായിട്ട് അനുഭവപ്പെട്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ശരീരത്തിന് അതൊക്കെ കുറഞ്ഞോ, ഉണങ്ങിയോ? അതിൻ്റെ ബ്രദറില്ലേ, വേറെ ബ്രദറിനെ കോൾ ചെയ്തിട്ട് അവരെല്ലാവരും ഇരുന്ന് എൻ്റെ തലയെ പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് എന്നെ പിന്നെ ഈ ആനവേളെല്ലാം എന്നെ ഒഴിച്ചിട്ട് ഹോളി വാട്ടർ ഒഴിച്ചിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴത്തേനും ഇല്ല, ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റപ്പോഴത്തേനും എല്ലാം കുറവുണ്ടായിരുന്നു, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുട്ടി ജനിച്ചപ്പം മുതൽ അലർജി രോഗമുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഏതാനും വർഷങ്ങൾ ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. എന്നാൽ ഇത് കൂടുതലത് കണ്ടമാനം അങ്ങോട്ട് അക്യൂട്ട് സ്റ്റേജിൽ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ആരും എൻ്റെ അടുത്ത് നിൽക്കത്തില്ലായിരുന്നു. എനിക്ക് പിന്നെ ആരും കൂട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു, ആരും ഇല്ലായിരുന്നു. ഇത് ഈ രോഗം നിമിത്തമാണ് എല്ലാവരും ഒഴിഞ്ഞു പോയത് അല്ലേ? ഈ ശരീരമൊക്കെ ഇങ്ങനെ പഴുത്തും വ്രണമൊക്കെ വന്ന് ഈ അലർജി രോഗം നിമിത്തം. അന്ന് സ്കൂളിൽ ആരും കൂട്ടുകൂടാൻ പോലും ഇല്ലായിരുന്നു. അതുപോലെ ശരീരം ഇങ്ങനെ പൊട്ടുക, പഴുക്കുക, വ്രണം ഉണ്ടാകുക, അലർജി രോഗം വന്നിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അക്യൂട്ട് സ്റ്റേജിലായപ്പോഴാണ് അവിടുന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ശരിക്കും കേരളത്തിലേക്ക് വന്നത്. വെക്കേഷനായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കേരളത്തിൽ വന്നു. അപ്പം അങ്കിളും ആൻറ്റി എല്ലാവരും പറഞ്ഞ് അട്ടപ്പാടി പോയി ധ്യാനം കൂടണമെന്ന് പറഞ്ഞ് അട്ടപ്പാടിക്ക് വിട്ട്. അങ്ങനെ സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർമാർ കുട്ടിയുടെ മേൽ കൈകൾ വെച്ച് തൈലം പൂച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്, പിന്നെ തൊട്ടടുത്തുള്ള അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഹോളി വാട്ടർ തെളിച്ച് ബന്ധിച്ച് ഡെലിവറൻസ് ചെയ്തു. അപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോണത് അനുഭവപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ ശരീരം എല്ലാം ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താ സന്തോഷത്തോടെ. ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ, ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയും ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയും
ഹല്ലേലൂയ പാടും ഞാൻ.